പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോഗോസ് ക്വിസ് 2026 പഠനഭാഗമായ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 3-ാം അധ്യായത്തിലെ 25ഓളം ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എല്ലാവരും ഇത് കേട്ട് പഠിക്കുന്നതോടൊപ്പം എൻ്റെ ചാനൽ ബെറ്റൂസ് ടോക്സ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. 1-ാമത്തെ ചോദ്യം: സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. ആര് ആരോട് പറഞ്ഞു? ഓപ്ഷൻ എ നിക്കോദേമോസ് യേശുവിനോട്, ഓപ്ഷൻ ബി യേശു ഫരിസേയരോട്, ഓപ്ഷൻ സി യേശു നിക്കോദേമോസിനോട്. ആൻസർ ഓപ്ഷൻ സി യേശു നിക്കോദേമോസിനോട്. 2-ാമത്തെ ചോദ്യം: എങ്ങനെ ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയിൽ സാധ്യമല്ല എന്നാണ് യേശു പറയുന്നത്? ഓപ്ഷൻ എ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ, ഓപ്ഷൻ ബി ജലത്താലും ആത്മാവിനാലും, ഓപ്ഷൻ സി സത്യത്തിലും ആത്മാവിലും. ഉത്തരം ഓപ്ഷൻ ബി ജലത്താലും ആത്മാവിനാലും. 3-ാമത്തെ ചോദ്യം: മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയത് ആരാണ്? ഓപ്ഷൻ എ നിക്കോദേമോസ്, ഓപ്ഷൻ ബി യേശു, ഓപ്ഷൻ സി മോശ. ഉത്തരം ഓപ്ഷൻ സി മോശ. 4-ാമത്തെ ചോദ്യം: ഭൗമിക കാര്യങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഡാഷ് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? ഓപ്ഷൻ എ സ്വർഗീയ കാര്യങ്ങൾ, ഓപ്ഷൻ ബി ആത്മീയ കാര്യങ്ങൾ, ഓപ്ഷൻ സി ഭൗതിക കാര്യങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ സ്വർഗീയ കാര്യങ്ങൾ. 5-ാമത്തെ ചോദ്യം: യേശു പറഞ്ഞു, നീ ഇസ്രായേലിലെ ഗുരുവല്ലേ? ആരെക്കുറിച്ചാണ് യേശു ഇത് പറഞ്ഞത്? ഓപ്ഷൻ എ മോശയെക്കുറിച്ച്, ഓപ്ഷൻ ബി സ്നാപക യോഹന്നാനെക്കുറിച്ച്, ഓപ്ഷൻ സി നിക്കോദേമോസിനെക്കുറിച്ച്. ഉത്തരം ഓപ്ഷൻ സി നിക്കോദേമോസിനെക്കുറിച്ച്. 6-ാമത്തെ ചോദ്യം: സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ഡാഷ് അല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. ഓപ്ഷൻ എ മനുഷ്യപുത്രൻ, ഓപ്ഷൻ ബി ദൈവപുത്രൻ, ഓപ്ഷൻ സി ക്രിസ്തു. ഉത്തരം ഓപ്ഷൻ എ മനുഷ്യപുത്രൻ. 7-ാമത്തെ ചോദ്യം: തന്നിൽ വിശ്വസിക്കുന്നവന് എന്തുണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു? ഓപ്ഷൻ എ ദൈവിക ജീവൻ, ഓപ്ഷൻ ബി നിത്യജീവൻ, ഓപ്ഷൻ സി സ്വർഗരാജ്യം. ഉത്തരം ഓപ്ഷൻ ബി നിത്യജീവൻ. 8-ാമത്തെ ചോദ്യം: ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് എന്തിനു വേണ്ടിയാണ്? ഓപ്ഷൻ എ ലോകത്തെ ശിക്ഷിക്കാൻ, ഓപ്ഷൻ ബി അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാൻ, ഓപ്ഷൻ സി ലോകത്തെ വിധിക്കാൻ. ഉത്തരം ഓപ്ഷൻ ബി അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാൻ. 9-ാമത്തെ ചോദ്യം: ആരാണ് പ്രകാശത്തെ വെറുക്കുന്നത്? ഓപ്ഷൻ എ തിന്മ പ്രവർത്തിക്കുന്നവൻ, ഓപ്ഷൻ ബി പാപം ചെയ്യുന്നവൻ, ഓപ്ഷൻ സി അന്ധകാരത്തെ സ്നേഹിക്കുന്നവൻ. ഉത്തരം ഓപ്ഷൻ എ തിന്മ പ്രവർത്തിക്കുന്നവൻ. 10-ാമത്തെ ചോദ്യം: സത്യം പ്രവർത്തിക്കുന്നവൻ്റെ പ്രവൃത്തികൾ എങ്ങനെ വെളിപ്പെടുന്നു? ഓപ്ഷൻ എ വെളിച്ചത്തിലേക്ക് വരുന്നവ, ഓപ്ഷൻ ബി രക്ഷ പ്രാപിക്കുന്നവ, ഓപ്ഷൻ സി ദൈവ ഐക്യത്തിൽ ചെയ്യുന്നവ. ഉത്തരം ഓപ്ഷൻ സി ദൈവ ഐക്യത്തിൽ ചെയ്യുന്നവ. 11-ാമത്തെ ചോദ്യം: ധാരാളം വെള്ളമുണ്ടായിരുന്ന സാലിമിനടുത്തുള്ള സ്ഥലം ഏത്? ഓപ്ഷൻ എ ജോർദാൻ, ഓപ്ഷൻ ബി ഏനോൻ, ഓപ്ഷൻ സി യൂദയ. ഉത്തരം ഓപ്ഷൻ ബി ഏനോൻ. 12-ാമത്തെ ചോദ്യം: യോഹന്നാൻ്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും തമ്മിൽ എന്തിനെപ്പറ്റിയാണ് തർക്കമുണ്ടായത്? ഓപ്ഷൻ എ സ്നാനത്തെപ്പറ്റി, ഓപ്ഷൻ ബി ദേവാലയത്തെപ്പറ്റി, ഓപ്ഷൻ സി ശുദ്ധീകരണത്തെപ്പറ്റി. ഉത്തരം ഓപ്ഷൻ സി ശുദ്ധീകരണത്തെപ്പറ്റി. 13-ാമത്തെ ചോദ്യം: ക്രിസ്തുവിന് മുമ്പേ അയക്കപ്പെട്ടവൻ ആര്? ഓപ്ഷൻ എ യോഹന്നാൻ, ഓപ്ഷൻ ബി മോശ, ഓപ്ഷൻ സി യോഹന്നാൻ്റെ ശിഷ്യന്മാർ. ഉത്തരം ഓപ്ഷൻ എ യോഹന്നാൻ. 14-ാമത്തെ ചോദ്യം: അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം, അവൻ ആര്?
ഓപ്ഷൻ എ യോഹന്നാൻ, ഓപ്ഷൻ ബി ദൈവപുത്രൻ, ഓപ്ഷൻ സി ക്രിസ്തു. ഉത്തരം ഓപ്ഷൻ സി ക്രിസ്തു. 15-ാമത്തെ ചോദ്യം, ദൈവം അയച്ചവൻ എന്ത് സംസാരിക്കുന്നു? ഓപ്ഷൻ എ സുവിശേഷം, ഓപ്ഷൻ ബി സാക്ഷ്യങ്ങൾ, ഓപ്ഷൻ സി ദൈവത്തിൻ്റെ വാക്കുകൾ. ഉത്തരം ഓപ്ഷൻ സി ദൈവത്തിൻ്റെ വാക്കുകൾ. 16-ാമത്തെ ചോദ്യം, ദൈവം അളന്നല്ല ഡാഷ് കൊടുക്കുന്നത്. ഓപ്ഷൻ എ സ്നേഹം, ഓപ്ഷൻ ബി ആത്മാവിനെ, ഓപ്ഷൻ സി വചനങ്ങൾ. ഉത്തരം ഓപ്ഷൻ ബി ആത്മാവിനെ. 17-ാമത്തെ ചോദ്യം, പുത്രനിൽ വിശ്വസിക്കുന്നവന് എന്ത് ലഭിക്കുന്നു? ഓപ്ഷൻ എ നിത്യജീവൻ, ഓപ്ഷൻ ബി സ്വർഗരാജ്യം, ഓപ്ഷൻ സി അവിടുത്തെ നീതിയും രാജ്യവും. ഉത്തരം ഓപ്ഷൻ എ നിത്യജീവൻ. 18-ാമത്തെ ചോദ്യം, പുത്രനെ അനുസരിക്കാത്തവൻ്റെ മേൽ എന്തുണ്ട്? ഓപ്ഷൻ എ നിത്യശിക്ഷ, ഓപ്ഷൻ ബി ദൈവകോപം, ഓപ്ഷൻ സി നരകാഗ്നി. ഉത്തരം ഓപ്ഷൻ ബി ദൈവകോപം. 19-ാമത്തെ ചോദ്യം, ദൈവം സത്യവാനാണ് എന്നതിന് മുദ്ര വയ്ക്കുന്നത് ആര്? ഓപ്ഷൻ എ അവൻ്റെ സ്വരം കേൾക്കുന്നവൻ, ഓപ്ഷൻ ബി അവനെ അനുസരിക്കുന്നവൻ, ഓപ്ഷൻ സി അവൻ്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ. ഉത്തരം ഓപ്ഷൻ സി അവൻ്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ. 20-ാമത്തെ ചോദ്യം, യോഹന്നാൻ 3-ാമത്തെ അധ്യായത്തിൽ യഹൂദ പ്രമാണിയായിരുന്ന ഫരിസേയൻ ആര്? ഓപ്ഷൻ എ നിക്കോദേമോസ്, ഓപ്ഷൻ ബി സ്നാപക യോഹന്നാൻ, ഓപ്ഷൻ സി മോശ. ഉത്തരം ഓപ്ഷൻ എ നിക്കോദേമോസ്. 21-ാമത്തെ ചോദ്യം, അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കുവാൻ കഴിയുമോ? ഇങ്ങനെ ആര് ആരോട് പറഞ്ഞതാണ്? ഓപ്ഷൻ എ നിക്കോദേമോസ് യേശുവിനോട്, ഓപ്ഷൻ ബി യേശു നിക്കോദേമോസിനോട്, ഓപ്ഷൻ സി ഗുരു ശിഷ്യനോട്. ഉത്തരം ഓപ്ഷൻ എ നിക്കോദേമോസ് യേശുവിനോട്. 22-ാമത്തെ ചോദ്യം, യോഹന്നാൻ 3-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഓപ്ഷൻ എ 26, ഓപ്ഷൻ ബി 36, ഓപ്ഷൻ സി 35. ഉത്തരം ഓപ്ഷൻ ബി 36. 23-ാമത്തെ ചോദ്യം, യോഹന്നാൻ 3-ാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട്? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 4. ഉത്തരം ഓപ്ഷൻ ബി 2. 24-ാമത്തെ ചോദ്യം, ഡാഷ് ഉള്ളവനാണ് മണവാളൻ? ഓപ്ഷൻ എ മണവാട്ടി, ഓപ്ഷൻ ബി ഭാര്യ, ഓപ്ഷൻ സി യേശു ക്രിസ്തു. ഉത്തരം ഓപ്ഷൻ എ മണവാട്ടി. 25-ാമത്തെ ക്വസ്റ്റ്യൻ, അധ്യായവും വാക്യവും എഴുതുക. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. ഓപ്ഷൻ എ യോഹന്നാൻ 3:3, ഓപ്ഷൻ ബി യോഹന്നാൻ 3:6, ഓപ്ഷൻ സി യോഹന്നാൻ 3:5. ആൻസർ ഓപ്ഷൻ ബി യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 6-ാം വാക്യം. ഇത്രയും ചോദ്യങ്ങളാണ് 3-ാമത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും ഇത് നല്ലവണ്ണം പഠിച്ച് മനസ്സിലാക്കി ലോഗോസ് ക്വിസിന് തയ്യാറാവുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.